ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബയാസ് മാർക്കറ്റിലുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് നല്ല പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നല്ല എക്സാമ്പിളാണ്. നമുക്കൊരു 1:5 അതിന് മുകളിലൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സ്ട്രാറ്റജി അറിഞ്ഞിരിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. SMCയുടെ 3rd വീഡിയോ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. FVGയെ പറ്റി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ FVGയെ പറ്റി നിങ്ങൾക്ക് സ്ട്രോങ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ FVG എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. FVG എന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിൽ ഫോർമേഷനാണ്. ഒരിക്കലും 1 ക്യാൻഡിലോ 2 ക്യാൻഡിലോ ഉപയോഗിച്ച് നമുക്കൊരു FVG കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു 3 ക്യാൻഡിൽസ് മാർക്കറ്റിലുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാൻഡിൽസിൽ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ FVG എന്ന് പറയാം. എന്താണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്? മാർക്കറ്റ് ഒരു സൈഡ് വേസ് ട്രെൻഡ് ആണെങ്കിൽ നമുക്കൊരിക്കലും ഒരു FVGകൾ കാണാൻ പറ്റത്തില്ല. സ്ട്രോങ് ആയിട്ടൊരു FVGകൾ കാണാൻ പറ്റത്തില്ല. അതും ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം റീറ്റെയിൽ പ്ലേയേഴ്സ് ആയിരിക്കും. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് തരുന്നത് ഒരു FVGയോട് കൂടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു സ്ട്രോങ് ബ്രേക്കാണ്. അല്ലാതെ സാധാരണ ആൾക്കാർ ബ്രേക്ക് ഔട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട്, റീറ്റെയിലേഴ്സ് മാത്രമുള്ളൊരു ബ്രേക്ക് ഔട്ടിൽ എൻ്ററായി ഇതിന് മുകളിൽ എൻ്ററാവും, ഇവിടെ എൻ്ററാവുന്ന ആൾക്കാരുണ്ട്. തിരിച്ച് റീടെസ്റ്റ് വരുമ്പോൾ എൻ്ററാവുന്ന പ്ലേയേഴ്സ് ഉണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞ് ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻ്ററാവുന്ന പ്ലേയേഴ്സ് ഉണ്ട്, അല്ലേ? ഇവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. അപ്പം നിങ്ങൾ കാണുന്നത് ചിലപ്പം ഇവിടെ നിന്ന് എൻ്ററാവുന്ന ഒരാൾ നിങ്ങൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് ഒരു 1:2 ഒക്കെ ആയിരിക്കും നിങ്ങൾ വെക്കുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക 1:2 ഇവിടാണ്. മാർക്കറ്റ് ഹൈയിൽ പോയി, മാർക്കറ്റ് തിരിച്ച് താഴെ വരും, കുറച്ച് പ്ലേയേഴ്സ് ഇവിടെ എൻ്ററാവും, വേറെ കുറച്ച് പേര് ഡബിൾ കൺഫർമേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് റീടെസ്റ്റിൽ എൻ്ററാവുന്ന പ്ലേയേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് കുറച്ച് പ്ലേയേഴ്സ് എന്ത് ചെയ്യും? അവർ ഈ ഹൈയും കൂടി ടേക്ക് ചെയ്യുമ്പോൾ എൻ്ററാവുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് 3 കണ്ടീഷനിലും എൻ്ററാവുന്ന ആൾക്കാർ എൻ്ററായി, അവരെ 3 പേരുടെയും ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തുകൊണ്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് തന്നു. അതാണ് ഇവിടെ നടന്നത്, അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു ബ്രേക്കൗട്ട് ഒരു FVGയോട് കൂടി ബ്രേക്കൗട്ടുകളാണെന്നോ നിങ്ങൾ ചെക്ക് ചെയ്യുക. FVGയോട് കൂടിയുള്ള ബ്രേക്കൗട്ടുകളാണെങ്കിൽ മോർ ചാൻസസ് ആ റാലി കണ്ടിന്യൂ ചെയ്യാനായിരിക്കും മാർക്കറ്റിന് എന്നാണ്. ഞാൻ ഇച്ചിരി ഔട്ട് ഓഫ് ദ ടോപ്പിക്ക് പോയി. നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്ട്രാറ്റജി നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് FVG നല്ലതുപോലെ മാർക്കറ്റിൽ മാപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു FVGയുടെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. FVG എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഒരു 3 ക്യാൻഡിൽസാണ്. FVG ഏതൊക്കെ ക്യാൻഡിൽസാണ്? ഇപ്പോൾ ഈ ക്യാൻഡിൽസിൻ്റെ FVG എന്തായിരിക്കും? ഈ ക്യാൻഡിലിൻ്റെ ലോയും ഈ ക്യാൻഡിലിൻ്റെ ഹൈയും. ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇമാജിൻ ചെയ്യുക ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, ഇതും ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ. ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസ്. ലെറ്റ് ഇറ്റ് ബി എനി ക്യാൻഡിൽ. നമ്മൾ ജസ്റ്റ് ഇതൊരു ഒന്നുകിൽ ഒരു റെഡ് ക്യാൻഡിലാണെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇതിൻ്റെ ഓപ്പൺ എവിടെ ആയിരിക്കും? അപ്പോൾ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ ക്ലോസ് എങ്ങനെ ആയിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ്. അതുകൊണ്ടല്ലേ ഇത് റെഡ് ക്യാൻഡിലായത്. ഇവിടെ ആയിരിക്കും ഓപ്പൺ, ഇവിടെ ആയിരിക്കും ക്ലോസ്, അല്ലേ? അതുപോലെ ഗ്രീൻ ക്യാൻഡിലെ ആദ്യത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ ആയിരിക്കും ഓപ്പൺ, ഇവിടെ ആയിരിക്കും ക്ലോസ്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ ലോയും 3rd ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ ക്ലോസും കൂടി നമ്മൾ ലൈൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഏരിയയാണ് നമുക്ക് FVG എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻബാലൻസ് ആണ്. മനസ്സിലായില്ലേ? ഇത് ഏത് കളറും ആയിക്കോട്ടെ, ഗ്രീൻ ക്യാൻഡിലോ റെഡ് ക്യാൻഡിലോ ആയിക്കോട്ടെ, നമ്മൾ FVG കണ്ടുപിടിക്കാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ചാർട്ടിലോട്ട് പോയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് FVG. ഈ ക്യാൻഡിലും വെച്ച് നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ അതൊരു FVG ആണ്, അല്ലേ? ഈ ക്യാൻഡിലും കൂടി മാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു FVG ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു FVG, അല്ലേ? അതേപോലെ ഇതും ഒരു FVG അല്ലേ?
അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡബിൾ FEG എന്നാണ്. ഡബിൾ FEG എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇതൊരു ഫസ്റ്റ് ഒരു FEG ഇവിടെ ഉണ്ട്, സെക്കൻഡ് ഒരു FEG ഇവിടെ ഉണ്ട്, തേർഡ് ഇവിടെ ഒരു FEG ഉണ്ട്, ഇതിൽ 3 FEG ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡബിൾ FEGകളാണ്. ഡബിൾ FEGയുടെ ഗുണം എന്താണ്? നമുക്ക് ഒന്നോ അതിലധികമോ FEG അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ട്രെൻഡ് സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ മൂവ്മെൻറ്റ് സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ വിക്സ് എപ്പോഴും നോക്കുക. വിക്സിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു 12 എബോ ആണെങ്കിൽ മാത്രം നിങ്ങൾ അന്നത്തെ ദിവസം ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. കാരണം വിക്സ് എന്ന് പറയുന്ന വോളറ്റൈലിറ്റി ഇൻഡെക്സ് ആണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നെങ്കിൽ, മാർക്കറ്റ് നല്ല വോളറ്റൈൽ ആണെങ്കിൽ വിക്സ് ഹൈ ആയിട്ട് നിൽക്കും. മാർക്കറ്റ് ഡെഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ വിക്സ് ലോ ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇന്നത്തെ പോർഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡബിൾ FEG സ്ട്രാറ്റജിയാണ്. ഡബിൾ FEG സ്ട്രാറ്റജി എങ്ങനെയാണ്? ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നല്ല എൻട്രി കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഡബിൾ FEG സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫോർമേഷൻ നോക്കിയാൽ, ഈ ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൽ വിക്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് നല്ല വോളറ്റൈലാണെന്ന് നമുക്ക് തോന്നി. മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് തരുവാണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് അപ്പ് സൈഡിലോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. നമുക്ക് പറയാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിരിക്കും ചാൻസ്, ഒരു ബുള്ളിഷ് സ്ട്രക്ചർ കാണിക്കാനായിരിക്കും ചാൻസ്. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് എൻട്രി ഇവിടെ പ്ലേസ് ചെയ്യണമെന്നായിരിക്കും നമ്മൾ പിന്നെ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു FEG കാണാൻ പറ്റി അല്ലേ? ഫസ്റ്റ് FEG. നെക്സ്റ്റ് നമുക്ക് എന്താണ്? നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് FEG കാണാൻ പറ്റി. നമ്മൾ പറഞ്ഞ ഡബിൾ FEG ആണ്. ഒരു FEGയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല. ഇവിടെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് തേർഡ് FEGയും കിട്ടി ഇല്ലേ? ഒന്നോ അതിലധികമോ FEGകളുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഒരു 3 FEGകളൊക്കെ ആണെങ്കിൽ നല്ല ആക്യുറസി ആയിരിക്കും നമുക്ക് ഈ സ്ട്രാറ്റജി കിട്ടാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് 2 FEGകൾ അടുത്തടുത്ത് കിട്ടി. ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്? മാർക്കറ്റ് FEG ടാപ്പ് ചെയ്തു. യെസ്, കാരണം ഒരു മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു റീറ്റെയിലർ മെൻറ്റാലിറ്റിയിൽ പോയപ്പോൾ സഡൻ ആയിട്ടൊരു മൂവ്മെൻറ്റ് തന്നു മാർക്കറ്റ്. എന്നിട്ട് ആ FEGയിലേക്ക് ടാപ്പ് തരികയാണ്. നമ്മൾ ടാപ്പ് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ടാപ്പ് തന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ടാപ്പിംഗ് മാർക്കറ്റ് നടന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ ക്യാൻഡിൽസ് പിന്നെ അവിടെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി വെക്കണം. എങ്ങനെയാണ് ഇവിടെ ബിഹേവ് ചെയ്തേക്കുന്നത്? മാർക്കറ്റ് ഇതിനുള്ളിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിന് മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റി അല്ലേ? അതൊരു ബുള്ളിഷ് എക്സാമ്പിൾ അല്ലേ? ഇമാജിൻ ചെയ്യുക, ഈ FEGക്കുള്ളിൽ മാർക്കറ്റ് വന്നിട്ട് ഇവിടെ വന്ന് ഇതിനുള്ളിൽ വന്ന് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലോ, ഈ ഒരു ക്യാൻഡിൽ ഇങ്ങ് താഴെ വരെ വന്ന് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്താലോ നമുക്ക് എൻട്രി വരുമോ? ഇല്ല. വിക്ക് എത്ര ദൂരെ വേണമെങ്കിലും വന്നാലും കുഴപ്പമില്ല, പക്ഷേ ബോഡിയുടെ ക്ലോസിങ് ഈ FEGയുടെ മുകളിൽ വരണം. അപ്പം നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് തന്നെ ആയിരിക്കും പോകാൻ ചാൻസ് ഉള്ളത് എന്ന് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ലോങ് എൻട്രി പോകാം. നമുക്ക് ക്ലോസിങ് കിട്ടിയത് എവിടെയാണ്? ഇവിടെ ക്ലോസിങ് കിട്ടി. നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം? നമുക്ക് 50 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെക്കാം. നമുക്ക് ഒരു 100 പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടാർഗറ്റായിട്ടും വെക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ബെയറിഷ് എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ബെയറിഷ് എക്സാമ്പിൾ ഞാൻ ഇന്ന് മാർക്ക് ചെയ്തായിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് ഫസ്റ്റ് FEG, നമുക്ക് ഒരു സെക്കൻഡ് FEG ഇവിടെ കാണാൻ പറ്റി. സെക്കൻഡ് FEG മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, താഴെ ക്ലോസിങ് തന്നു. നമ്മളപ്പോൾ എന്താണ് നമ്മുടെ നെക്സ്റ്റ് വ്യൂ? നമുക്കിനി ഒരു ബെയറിഷ് എൻട്രിയിലോട്ടാണ് പോകുന്നത്. സ്റ്റോപ്പ് 30 പോയിൻറ്റ്സ് വെച്ചു, 32 പോയിൻറ്റ്, 60 പോയിൻറ്റ്സ്, 1:2. ഈ മൂവ്മെൻറ്റിന് മുന്നേ തന്നെ നമുക്ക് ടാർഗറ്റ് അടിച്ചില്ലേ?
ഇനി വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് നിങ്ങൾക്ക് 1:5 വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ഇപ്പോഴും മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ എടുത്ത ഒരു എൻട്രിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണേൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ. സ്റ്റോപ്പ് ലോസിലോട് വന്നു, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. സ്റ്റോപ്പ് ലോസ് എപ്പോഴും FVGയുടെ ഗ്യാപ്പിന് മുകളിൽ വെക്കാൻ ശ്രമിക്കുക. ഇവിടെ നല്ല ഇച്ചിരി മുകളിലോട്ട് നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.